സാജിറ്റേറിയസ് ഞാൻ കാണുന്നത് ഓഗസ്റ്റ് മാസത്തിൽ ഏതോ ഒരു സിറ്റുവേഷൻ ഏതോ ഒരു പാസ്റ്റിൻ്റെ കാര്യം നിങ്ങൾ വിചാരിച്ചു അത് കഴിഞ്ഞു എന്ന്. പക്ഷേ ആ കാര്യം തിരിച്ചു വരണു, ആ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്, ആ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എന്തായിരിക്കും തീരുമാനം എന്താ വെച്ചാൽ ഇവിടെ നിങ്ങളുടെ തീരുമാനമാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾക്ക് ഇതിൽ മുമ്പോട്ടേക്ക് പോകണോ വേണ്ടേ? യൂണിവേഴ്സിൻ്റെ സൈഡിൽ നിന്നും എന്തോ ഒരു ഗൈഡൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം എന്താണ് ഈ ഗൈഡൻസ്, എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, ആരാണ് ഈ പേഴ്സൺ, ഈ സിറ്റുവേഷൻ എന്താണ്. അപ്പോൾ നിങ്ങളുടെ റീഡിംഗ് തുടങ്ങാം. ഈ മെസ്സേജ് ഓഗസ്റ്റിൻ്റെ എന്തായിരിക്കും നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങളുടെ എന്താണ് ഓഗസ്റ്റ് മാസത്തിൻ്റെ മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാം സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് എല്ലാം മെസ്സേജസ് ബാധിക്കില്ല. ഓക്കെ, ചിലത് മെസ്സേജസ് റെസൊനേറ്റ് ആവും, ചിലത് റെസൊനേറ്റ് ആവില്ല. അതുകൊണ്ട് റെസൊനേറ്റ് ആവണത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. വാട്സാപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഞാൻ അതിൻ്റെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ സാജിറ്റേറിയസ് ഞാൻ കാണുന്നത് ഓഗസ്റ്റ് മാസം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ എബണ്ടൻസ് കൊണ്ടുവരണ മാസമാണ്. എസ്പെഷ്യലി ഫിനാൻഷ്യലി ഇല്ലച്ചാൽ ഒരു സ്റ്റേബിലിറ്റി വരണ എനർജി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കുറേ ഒരു നല്ല എനർജി ഉണ്ട് ഇവിടെ. ഫാമിലി എനർജി, സ്റ്റെബിലിറ്റി എനർജി, കുറേ ഓവർ തിങ്കിങ് ഉണ്ടാവും, കുറേ സ്ട്രെസ് ഉണ്ട്, എന്തോ രാത്രി ശരിക്കും ഉറക്കമില്ലാത്ത മാതിരി. അപ്പോൾ ചില പ്രശ്നങ്ങൾ പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും നിങ്ങൾ ടെൻഷൻ എടുക്കണത്. വരാൻ പോണ സമയം നല്ലതായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു നിങ്ങളുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനെ കുറിച്ച് കുറേ സ്ട്രെസ് എടുക്കുന്നുണ്ടാവും. എസ്പെഷ്യലി ഓഗസ്റ്റിൽ കാര്യങ്ങൾ ശരിയാവുമോ, എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യാൻ പറ്റുമോ, എൻ്റെ ഫാമിലി ഓക്കെ ആവുമോ, അങ്ങനെ കുറേ തോട്ട്സ് ഉണ്ട് മനസ്സിൽ. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഓവർ തിങ്കിങ് ആണ് കാണുന്നത്. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കണം. എന്താ വെച്ചാൽ ഈ ഓവർ തിങ്കിങ്ങിൻ്റെ കാരണം കുറേ ബ്ലോക്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്, പിന്നെ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ ഞാൻ കാണുന്നത് എന്തോ ഒരു പുതിയ തുടക്കം ഉണ്ട് ഇവിടെ. ഇതൊരു റിലേഷൻഷിപ്പാണോ അതല്ല വെച്ചാൽ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇതൊരു പുതിയ ജോലി ആവാം, ഒരു ക്രിയേറ്റീവ് പ്രോജക്റ്റ് ആവാം, അതിൽ എന്തോ ഒരു ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ ഞാനൊരു ലോസ് കാണുന്നുണ്ട്. ഇപ്പോൾ ഇതൊരു ഇമോഷണൽ ലോസ് ആവാം, ഫിനാൻഷ്യൽ ലോസ് ആവാം. അതുകൊണ്ട് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞിരിക്കണു. നിങ്ങൾ കുറേ റിജക്റ്റഡായി ഫീൽ ചെയ്യുന്നുണ്ടാവും, കുറേ ഒരു ലോ സെൽഫ് എസ്റ്റീം ഇഷ്യൂസ് ഉണ്ടാവും. ഇത് നിങ്ങൾ പാസ്റ്റിൽ ഇതുണ്ടായത് നിങ്ങളുടെ ആക്ച്വലി ഡ്രീം ആയിരുന്നു. ചിലവർക്ക് ഇതൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു, നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ വേണം എന്ന് അങ്ങനെ ഒരു മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ എവിടെയോ ഈ സിറ്റുവേഷനിലെ കാര്യങ്ങൾ വേണ്ട മാതിരി അല്ല മുമ്പോട്ടേക്ക് പോയി. അതുകൊണ്ടാണ് നിങ്ങൾ കുറേ സ്ട്രെസ് എടുക്കണത്. എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി അങ്ങനത്തെ ഒരു റിജക്റ്റഡ് മാതിരി ഒരു എനർജി മുമ്പേയും ഫേസ് ചെയ്തിട്ടുണ്ട്, മുമ്പേയും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വരാൻ പോണ സമയം എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ടെൻഷൻ എടുക്കുന്നുണ്ടാവുക. നിങ്ങളുടെ ഒരു ഫാമിലി ഉണ്ടാവുമോ, ഫാമിലി ലൈഫ് ഉണ്ടാവുമോ, ഫാമിലി ഓക്കെ ആവുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ വരണ എനർജി കുറേ ഒരു സ്റ്റേബിൾ എനർജിയാണ്. ഒരു പുതിയ തുടക്കമുണ്ട്, ഒരു സ്റ്റേബിൾ ബിഗിനിങ് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ പുതിയ ബിഗിനിങ്, എന്താണ് ഈ സ്റ്റേബിൾ ഫ്യൂച്ചർ? അപ്പോൾ ഇത് ആദ്യം ഒരു പുതിയ തുടക്കം തന്നെയാണ്. ഒരു റിലേഷൻഷിപ്പ് ആവാം, ഇല്ലെങ്കിൽ ഒരു ജോലി ആവാം. കുറേ ഇമോഷൻസ് കാണാണ്ട് നിങ്ങൾക്ക് മുമ്പോട്ടേക്ക് പോകാൻ കുറച്ച് പേടിയുണ്ട്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി മുമ്പേയും നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യത്തിൽ ട്രസ്റ്റ് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് പോയി, അത് ശരിയായില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു പേടി വന്നിരിക്കണു. ആദ്യം ഞാൻ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്ത് മുമ്പോട്ടേക്ക് പോയി, അത് ശരിയാവുമോ എന്ന്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ചാലഞ്ച് ഈ മാസം? ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് ഈ ഹെർമിറ്റ് എനർജിയാണ്, വെർഗോ എനർജി. കുറച്ചൊരു ഐസൊലേറ്റഡ് എനർജിയാണ് വെർഗോ. ഞാൻ കാണുന്നത് നിങ്ങൾ എന്തോ ഒരു
ഇമോഷണലി ഡിറ്റാച്ച് ആവണ പോലെ ഒരു എനർജി കാണാണ്ട്. ഒരു സിറ്റുവേഷന് നിങ്ങളുടെ അടുത്തുള്ള ആൾക്കാർക്ക് അറിയുണ്ടാവില്ല നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കണേന്ന്. നിങ്ങൾ കുറച്ചൊരു ഐസൊലേറ്റഡ് ആയിട്ടാണ് കാണുന്നത്. ആരോടും അങ്ങനെ സംസാരിക്കുന്നില്ല, ആരോടും അങ്ങനെ ഒരു സോഷ്യൽ ലൈഫ് ഇല്ലാത്ത മാതിരി ഒരു എനർജി. വേറെ റിലേഷൻഷിപ്പിലും നിങ്ങളുടെ സൈഡിൽ നിന്ന് കുറച്ചൊരു പ്രാക്ടിക്കൽ എനർജിയാണ് കൂടുതലുള്ളത്. ഇമോഷൻസ് കുറവാണ്. അതുകൊണ്ട് അവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും, എന്താണ് ഉണ്ടായെന്ന് അവർക്ക് അറിയില്ല. ഞാനിവിടെ കാണുന്നത് നിങ്ങൾ ഏതോ ഒരു ഐഡിയ ഇല്ലച്ചാൽ ഏതോ ഒരു പുതിയ തുടക്കം അതിൽ ഫോക്കസ് ചെയ്യാണ്. അതിൽ നിങ്ങൾ കൂടുതൽ ഇൻഫർമേഷൻ എടുക്കാൻ നോക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ കുറച്ചൊരു ഐസൊലേറ്റഡ് ആയിട്ട് ഇരിക്കണത്. പക്ഷേ വേറെ ആൾക്കാർക്ക് അത് അറിയാത്തതുകൊണ്ട് അവർക്കും ഒരു ടെൻഷൻ ഉണ്ടാവുന്നു. അത് നിങ്ങളുടെ ലൈഫിൽ എന്താ നടക്കണമെന്ന് പോലും അവർക്ക് അറിയില്ല. യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ അഡ്വൈസ് ഇവിടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഡ്വൈസ് പറയണത് എന്താ വെച്ചാൽ എല്ലാം ശരിയാവും എന്നാണ് യൂണിവേഴ്സ് പറയണേ. എല്ലാം ഒരു കാർമിക് ജസ്റ്റിസ് വരും. പക്ഷെ നിങ്ങൾക്കും ഒരു ബാലൻസ് കൊണ്ടുവരണം നിങ്ങളുടെ ലൈഫിൽ. നിങ്ങളിപ്പോൾ ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെച്ചാൽ പാസ്റ്റിൻ്റെ ഇഷ്യൂസ് നിങ്ങൾക്ക് ഇപ്പോഴും അതിനെക്കുറിച്ച് കുറേ ടെൻഷൻ ഉണ്ടെങ്കിൽ യൂണിവേഴ്സ് പറയണത് അതെല്ലാം ശരിയാവും. ഒരു സ്റ്റേബിലിറ്റി വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ എനർജിയിൽ. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ കുറേ കൺഫ്യൂസ്ഡ് ആണ്. അതുകൊണ്ട് ഒരു പെർമനൻറ്റ് തീരുമാനം എടുക്കരുത്. ഒരു ലോങ് ടേം തീരുമാനം നിങ്ങളിപ്പോൾ എടുക്കാൻ നോക്കണ്ട. എന്താ വെച്ചാൽ ഇങ്ങനത്തെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് ആവുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. തീരുമാനം എടുക്കാനുള്ള ഒരു സ്ഥിതി വന്നാൽ വേറൊരു ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു സ്ഥിതി വന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ ഫോളോ ചെയ്യണം. എന്താ വെച്ചാൽ നിങ്ങൾ മൈൻഡിൻ്റെ കാര്യം കേട്ടാൽ കുറേ കൺഫ്യൂഷൻ ഉണ്ട്, മൈൻഡിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ട്. പക്ഷേ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ശരിയായി വഴിക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താണ് സർപ്രൈസ് ഫാക്ടർ? നിങ്ങൾക്ക് സർപ്രൈസ് ഫാക്ടർ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. ഈ കോൺഫ്ലിക്റ്റ് നിങ്ങളുടെ മനസ്സിൽ നടക്കുന്ന കോൺഫ്ലിക്റ്റ് ആയിരിക്കാം, ഇല്ലച്ചാൽ വേറെ ആൾക്കാർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ സിറ്റുവേഷനിൽ ഇൻ്റർഫിയർ ചെയ്യണ എനർജി ആവാം. ഇത് ചില ഫ്രണ്ട്സിൻ്റെ കൂടെ വഴക്കാവാം, റിലേഷൻഷിപ്പിൽ ഒരു തേർഡ് പാർട്ടി ആവാം, എന്തും വേണ്ടച്ചാവാം. ജോലിയിൽ വേറെ ആൾക്കാർ ഇടപെടണ എനർജി ആവാം. അപ്പോൾ എന്തായാലും യൂണിവേഴ്സ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിലേ ഫോക്കസ് ചെയ്യണ്ടു. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഓക്കെ, എന്താ വെച്ചാൽ അത് ഇപ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾ എത്രയും അതിൽ ഇൻവോൾവ് ആവണു അത്രയും നിങ്ങളുടെ ശ്രദ്ധ മാറണു, അത്രയും നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആവണു. അപ്പോൾ എന്താണ് ഔട്ട്കം ഇവിടെ നിങ്ങൾക്ക് 6 of Cups ആണ്. പാസ്റ്റിൻ്റെ ഏതോ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരാൻ പോകുന്നുണ്ട്. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടായിട്ടുണ്ട്, ഇല്ലച്ചാൽ ഒരു വഴക്കുണ്ടായിട്ടുണ്ട്. ഈ പേഴ്സൺ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഈ പേഴ്സണെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും, ഇല്ലച്ചാൽ അവർ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പോൾ തിരിച്ചു വരായിരിക്കും. ഞാൻ കാണുന്നത് ഒരു സ്റ്റേബിൾ എനർജിയാണ് നിങ്ങളുടെ ഫ്യൂച്ചറിലുള്ളത്. പക്ഷേ നിങ്ങൾ കുറേ സ്റ്റാഗ്നൻ്റായി ഫീൽ ചെയ്യണു, കുറേ സ്റ്റക്കായി ഫീൽ ചെയ്യണു. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞു, അതിലിപ്പോൾ നിങ്ങൾക്ക് ഒട്ടും എനർജിയും എഫേർട്ട് ഇടാനുള്ള താല്പര്യമില്ല. നിങ്ങൾ ഒരു ഹീലിംഗ് എനർജിയിലേക്കാണ് പോണത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്യണ സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും തിരിച്ചു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അതിൽ തിരിച്ചു പോകാനുള്ള ഒരു താല്പര്യം ഇല്ല. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പീസ്ഫുൾ എനർജിയാണ് വേണ്ടത്. ഈ വഴക്ക് ഇല്ലച്ചാൽ കോൺഫ്ലിക്റ്റ് അങ്ങനത്തെ എനർജി നിങ്ങൾക്ക് ഒട്ടും വേണം എന്നില്ല. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ പീസ് ഓഫ് മൈൻഡ് പ്രയോറിറ്റൈസ് ചെയ്യാനാണ് പറയണേ. നിങ്ങൾക്ക് എന്താ ലൈഫിൽ പീസ്ഫുൾ എനർജി ആയിട്ട് തോന്നുന്നത് വെച്ചാൽ അതിൽ മുമ്പോട്ടേക്ക് പോകാനാണ് പറയണേ. ഓക്കെ, അത് ചൂസ് ചെയ്യാനാണ് പറയണേ. അപ്പോൾ ഇവിടെ എന്താണ് മെസ്സേജ് പറയണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ദ ലീഡർ, പവർ, ഗ്രൗണ്ടിങ്, സ്റ്റെബിലിറ്റി ആൻഡ് അതോറിറ്റി,
As a strategic thinker, planner, and leader, you possess the skills and confidence needed for success. Truly, you have what it takes. അപ്പോൾ ഇതൊരു നല്ല മെസ്സേജാണ്. നിങ്ങളുടെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, നിങ്ങളൊരു പവർഫുൾ പേഴ്സൺ ആണ്, അതാണ് പറയണത്. നിങ്ങൾക്ക് കാര്യങ്ങൾ ലീഡ് ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി ജോലിയുടെ കാര്യത്തിൽ. ബാലൻസ്, ട്രൂത്ത്, ഫെയർനെസ്, കാർമിക് ജസ്റ്റിസ് കം ഇൻ ടു പ്ലേ. When your actions are weighed, a life lived with honesty and integrity invites you goodness to return to you. അപ്പോൾ അതാണ് യൂണിവേഴ്സും പറയണത്. നിങ്ങൾക്ക് എന്താ ശരിയായി തോന്നുന്ന വെച്ചാൽ, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താ നിങ്ങളോട് പറയണ വെച്ചാൽ അത് ഫോളോ ചെയ്യുക. മറ്റേ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ബാലൻസ് ആവും, ശരിയാവും. ഇവിടെ കാർമിക് ജസ്റ്റിസും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതും ഒരു സിറ്റുവേഷനിൽ കാര്യങ്ങൾ എൻ്റെ കൂടെ അവർ ചെയ്തത് അത് ശരിയായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ കർമ്മ അത് ബാലൻസ് ഔട്ട് ചെയ്യും എന്നാണ് പറയണേ. നിങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വരില്ല. ഇവിടെ നോന്ന് വന്നിട്ടുണ്ട്. വിതിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നുണ്ട്, ചില ചേഞ്ചസ്, ചില മാറ്റങ്ങൾ ഉണ്ടാവുന്നത് അടുത്ത മാസങ്ങൾ, വരണ മാസങ്ങൾ. അപ്പോഴാണ് കാര്യങ്ങൾ മുമ്പോട്ടേക്ക് പോകാൻ തുടങ്ങുക, അപ്പോഴാണ് ക്ലാരിറ്റി വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ് സാജിറ്റേറിയസ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ ഹോപ്പ് ചെയ്യണു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ യെസ് എന്ന് കമൻറ്റിൽ എഴുതുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് ആണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.